ഇനി നമ്മൾ അടുത്ത ഒരു പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. നിങ്ങൾക്ക് കെമിസ്ട്രി നമ്മൾ മുന്നോട്ടേക്കുള്ള പഠനത്തിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഒരു കൺസെപ്റ്റിനെ കൊണ്ടാണ് ഞാനിനി അടുത്ത് പറയാൻ പോകുന്നത്. നിങ്ങൾ കുറച്ചാളെങ്കിലും അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. മോൾ കൺസെപ്റ്റ്. മോൾ കൺസെപ്റ്റ് ഈ കൺസെപ്റ്റ് എന്തിനാണെന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം. പല ആൾക്കാർക്കും ഇതിൻ്റെ ഒരു കെമിസ്ട്രിയിൽ ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്നുള്ള കാര്യം അറിഞ്ഞുകൂടിയിരിക്കും. അതായത് നമ്മൾ സാധാരണ നമ്മളെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് ചില സ്റ്റാൻഡേർഡ് വാല്യൂസ് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ പല ആൾക്കാർക്ക് തോന്നും എന്താണ് ഈ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പോയി ഒരു സാധനത്തിന് ഓർഡർ ചെയ്യുകയാണ്. ഇപ്പോൾ 1 കിലോഗ്രാം പഞ്ചസാര, 200 ml ഓറഞ്ച് ജ്യൂസ്, 200 milliliter ഓറഞ്ച് ജ്യൂസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള കിലോഗ്രാം, മില്ലി ലിറ്റർ എന്നൊക്കെ പറയുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂസാണ്. ഇതേപോലെ തന്നെ നമ്മൾ സാധാരണ ചിലപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഡസൺ കണക്കിന് വാങ്ങും. ഓർമ്മയില്ലേ? 1 ഡസൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഡസൺ എന്ന് പറഞ്ഞാൽ 12 പീസസ് ആണ് അല്ലേ. 12 എണ്ണമുള്ള എണ്ണം 12 എണ്ണമാണെങ്കിൽ നമ്മൾ അതിനെ അത്രയും സാധനത്തിൻ്റെ അളവിനെ നമ്മൾ പൊതുവെ എന്ത് പറയും? 1 ഡസൺ എന്ന് പറയും. ഇനി ഇതേപോലെ തന്നെ പറയുന്നൊരു വേർഡാണ് പെയർ. 1 പെയർ എന്ന് പറഞ്ഞാൽ 2 തിങ്സ് അല്ലേ. 2 കാര്യങ്ങളടങ്ങിയ ഒരു സാധനത്തെയാണ് നമ്മൾ എന്താ പറയുക? ഒരു പെയർ എന്ന് പറയുക. ഇതൊക്കെ സ്റ്റാൻഡേർഡ് വാല്യൂസാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ പോയി മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് ഗ്ലൗ ഒക്കെ വാങ്ങുമ്പോൾ, ഇപ്പോൾ ഗ്ലൗ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ പറയും ഒരു പെയർ ഗ്ലൗ വേണം. എന്നാൽ 2 കൈയുള്ളതുകൊണ്ട് 2 എന്ത് വേണം? ഗ്ലൗ നമുക്ക് വേണം. അപ്പോൾ ഇതൊക്കെ എന്താണ്? സ്റ്റാൻഡേർഡ് വാല്യൂസാണ്. ഇതേപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് എന്ത്? ഈ മോൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഒരു ഡസൺ എന്ന് പറയുന്നത് 12 പീസാണ്, ഒരു പെയർ എന്ന് പറയുന്നത് 2 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാവും? 1 മോൾ എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ഉണ്ടാവും? അതിങ്ങനെയാണ് നമ്മൾ പറയുക. 1 മോൾ ഈസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പാർട്ടിക്കിൾസ്, നമ്മൾ അങ്ങനെ പറയാം, പാർട്ടിക്കിൾസ് അടങ്ങിയിരിക്കുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് 1 മോൾ. അപ്പോൾ മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഇത് നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷനിലാണ് എഴുതിയത്. ഈ നമ്പർ മുന്നോട്ട് പറഞ്ഞ ആളാണ് അവോഗാഡ്രോ. അവോഗാഡ്രോ. ദർഫോർ ഈ നമ്പർ നമ്മൾ സാധാരണ പറയാം, ദിസ് നമ്പർ ഈസ് കോൾഡ് അവോഗാഡ്രോസ് നമ്പർ. അവോഗാഡ്രോ നമ്പർ. അതിനെ നമ്മൾ ചുരുക്കിയിട്ട് NA എന്ന് ഡിനോട്ട് ചെയ്യും. NA എന്ന് പറഞ്ഞാൽ നമ്പർ, ഇതിൽ A എന്താണ്? അവോഗാഡ്രോനെ കാണിക്കുന്നു. അപ്പോൾ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓർ തിങ്സ് അടങ്ങിയിരിക്കുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് പറയുന്ന പേരാണ് എന്ത്? 1 മോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു വലിയ സംഖ്യയാണോ ചെറിയ സംഖ്യയാണോ? നിങ്ങൾ പറയുന്നത് വളരെ ചെറുതാണോ വളരെ വലുതാണോ? ഞാൻ പറയുന്നത് ഇത് വളരെ വലിയൊരു നമ്പറാണ്. നമുക്ക് ആ നമ്പർ ഒന്ന് എഴുതി നോക്കാം വെറുതെ. ഇപ്പോൾ ഇവിടുന്ന് 10⁻23 എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം? 23 സ്ഥാനങ്ങൾ വലത്തോട്ടേക്ക് നീക്കണം അല്ലേ. 23 പൊസിഷൻസ് ഡെസിമൽ പോയിന്റ് വലത്തോട്ടേക്ക് നീക്കിയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളൊന്ന് എഴുതി നോക്കുക. 6 0 2 2. ഇപ്പം 3 സ്ഥാനം നീക്കി. ഇനി 23 എന്ന് പറയുമ്പോൾ 20 പൂജ്യങ്ങളുണ്ടാവും. 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഈ നമ്പറാണ് നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷനിൽ 6.022 ഇൻറ്റു 10⁻23 എന്ന് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മളെ ഡെയിലി ലൈഫിൽ ഈ മോൾ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് വാല്യൂവിന് വലിയ യൂസൊന്നുമില്ല. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ടും വാങ്ങാൻ ചാൻസ് ഇല്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ചോദിക്കാം, നമ്മൾ ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഡസൺ പോലെയുള്ള ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് മോളെങ്കിൽ നമുക്കൊരു ഷോപ്പിൽ പോയിട്ട് എനിക്കൊരു മോള് സ്വീറ്റ്സ് വേണമെന്ന് പറയാൻ പറ്റുമോ? പറയാനൊക്കെ പറ്റും. പക്ഷെ അവിടെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, ഇത്രയും മുട്ടായികൾ അവിടെ ഉണ്ടാവില്ല.
രണ്ടാമത്തത്, അഥവാ അവിടെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക? വലിയൊരു എമൗണ്ട് ഓഫ് സംഭവമാണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഈ മോൾ എന്ന് പറയുന്നത്, ചില ആൾക്കാർ ആലോചിക്കുന്നത് ആറ്റംസും മോളിക്യൂൾസും അയോൺസും അതുപോലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ മോള് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. സംഗതി എന്തോ ആയിക്കോട്ടെ, സംഗതി എന്തായാലും അതിൻ്റെ എണ്ണം ഇത്രയുമാണെങ്കിൽ ആ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് പറയാം? 1 മോൾ എന്ന് പറയാം. ക്ലിയർ ആയോ? അതായത് ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു കാര്യം ആവശ്യപ്പെടേണ്ട യാതൊരു സന്ദർഭങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ കെമിസ്ട്രി ലാബിൽ ഡീൽ ചെയ്യുന്ന ആറ്റംസ്, മോളിക്യൂൾസ് പോലെയുള്ള എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസിനെ നമുക്ക് മോൾ കണക്കിനാണ് നമ്മൾ സാധാരണ കണക്കാക്കുന്നത്. കാരണം അത് അത്രക്കും കൂടുതലുണ്ടാവും. ഇപ്പോൾ ഒരാൾ നമ്മളോട് വന്ന് ചോദിക്കുകയാണ്, ഒരു ഗോൾഡ് കോയിൻ തരുന്നു, നമ്മളെടുത്ത് ഒരു ഗോൾഡ് കോയിൻ തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദി ഗോൾഡ് ആറ്റംസ് ഇൻ ദാറ്റ് ഗോൾഡ് കോയിൻ? ആ ഗോൾഡ് കോയിനിലുള്ള ഗോൾഡ് ആറ്റങ്ങളുടെ എണ്ണം എത്ര? അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളം തരുന്നു, വാട്ടർ എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദി നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ ദാറ്റ് ഗ്ലാസ് ടംബ്ലർ? ആ ഗ്ലാസ് ടംബ്ലറിലുള്ള വെള്ളത്തിൽ എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് എന്ന് നമ്മളോട് ചോദിക്കുന്നു. കുറച്ച് ആളുകളെങ്കിലും വിചാരിക്കും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻസ്. ഒരു ഗോൾഡ് കോയിനിൽ എത്ര ഗോൾഡ് ആറ്റങ്ങളുണ്ട് എന്നും ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ എത്ര വാട്ടർ മോളിക്യൂൾ ഉണ്ട് എന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പറയുന്നു കെമിസ്ട്രിയിൽ അതിന് ആൻസർ ഉണ്ട്. കെമിസ്ട്രിയിൽ നമ്മൾ സാധാരണ നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് പോസിബിൾ ടു ടെൽ ഓർ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻസ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് മോൾ കൺസെപ്റ്റ്. ഓക്കെ, അതായത് ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ്, ഇലക്ട്രോൺസ് പോലെയുള്ള എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണവും അളവും ഒക്കെ സാധാരണ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ത്? മോൾ കൺസെപ്റ്റ്. ഓക്കെ, അവിടെ കെമിസ്ട്രിയിൽ മാത്രം എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ സ്റ്റാൻഡേർഡ് വാല്യൂവിന് കെമിസ്ട്രിയിൽ മാത്രമേ ആപ്ലിക്കേഷൻ ഉള്ളൂ. നമ്മുടെ ഡെയിലി ലൈഫിലൊന്നും ഇത്രയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. ഓക്കെ, അപ്പോൾ 10⁻23 എന്ന് പറയുന്ന ഈ ടേം 10ാം മാസം 23ാമത്തെ തീയതി നമ്മൾ സാധാരണ ഇൻ്റർനാഷണൽ മോൾ ഡേ എന്നാണ് പറയുന്നത്. ഇൻ്റർനാഷണൽ മോൾ ഡേ എന്ന് പറയുന്നു. കാരണം ഈ നമ്പറിലുള്ള 10⁻23 എന്ന് പറയുന്ന ഈ പോർഷൻ, എക്സ്പോണൻഷ്യൽ പോർഷനിലുള്ള 10⁻23 എന്ന് പറയുമ്പോൾ 10ാം മാസത്തിലെ 23ാം തീയതി മോൾ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കെമിസ്ട്രി വേൾഡ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ് പോലെയുള്ള എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണവും അളവും സാധാരണ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണെന്ത്? മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ മോൾ കൺസെപ്റ്റിലേക്ക് എത്താൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. റിലേറ്റീവ് അറ്റോമിക് മാസ്, അതായത് നമ്മൾ സാധാരണയായിട്ട് ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ്, ഒരു എലമെൻറ്റിൻ്റെ ആറ്റത്തിൻ്റെ മാസ് ഡയറക്റ്റ്ലി നമുക്ക് കണക്കാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയായിട്ട് റിലേറ്റീവ് മാസ്സായിട്ടാണ് നമ്മൾ അറ്റോമിക് മാസ് പറയുന്നത്. അതായത് ഒന്നിൻ്റെ മാസിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ എത്ര ടൈംസ് ആണ് മറ്റേതിൻ്റെ മാസ് എന്ന് പറയുന്ന രീതിയാണ് റിലേറ്റീവ് മാസ്. ഓക്കെ, ഇതേ രീതിയിലാണ് നമ്മൾ എലമെൻസിൻ്റെ അറ്റോമിക് മാസും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്? റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. റിലേറ്റീവ് അറ്റോമിക് മാസ്. നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് പറയാൻ നമ്മൾ സാധാരണയായിട്ട് എടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കാർബൺ 12 ആറ്റമാണ്. കാർബൺ 12 ആറ്റം, അതായത് മാസ് നമ്പർ 12 ആയിട്ടുള്ള കാർബണിൻ്റെ ആറ്റം. അപ്പോൾ നമ്മൾ 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയും. 1 അറ്റോമിക് മാസ് യൂണിറ്റ്, 1 അറ്റോമിക് മാസ് യൂണിറ്റ് നമ്മൾ ചുരുക്കിയിട്ട് AMU എന്ന് പറയും. അതിനെ നമ്മൾ യൂണിറ്റ് ആയിട്ട് U എന്നും അടയാളപ്പെടുത്തും.
അപ്പോൾ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ 1 AMU എന്ന് പറയുന്നത് ഈ കാർബൺ 12 ആറ്റത്തിൻ്റെ 12 അറ്റോമിക് മാസ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ 12 ഭാഗമാണ്. അതായത് 1/12 the mass of a carbon 12 atom. ഇതാണ് നമ്മൾ ഒരു AMU ആയിട്ട് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 1 AMU or 1 U is equal to mass of a C12 atom divided by 12. ഇതാണ് ഒരു AMU ആയി പറയുന്നത്. അതായത് കാർബൺ 12, അതായത് 12 അറ്റോമിക് മാസ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ 12 ഭാഗമാണ്, 1/12 പാർട്ടാണ് ഒരു AMU ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, നമ്മൾ ഇത് വെച്ചിട്ടാണ്, അതായത് കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ മാസിൻ്റെ 1/12 പാർട്ടിനെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ എത്ര ടൈംസ് ആണ് മറ്റ് എലമെൻസിൻ്റെ അറ്റോമിക് മാസ് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. സപ്പോസ് നമ്മളിപ്പോൾ പറയുന്നു ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 AMU ആണ് അല്ലെങ്കിൽ 16 U ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ അല്ലെങ്കിൽ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 പാർട്ടിൻ്റെ 16 ടൈംസ് ആണ്, 16 ഇരട്ടിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഓക്സിജൻ അറ്റോമിക് മാസ് 16 AMU ആണ്, 16 U ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓക്സിജൻ അറ്റോമിക് മാസ് കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 പാർട്ടിൻ്റെ 16 ടൈംസ് ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ളതിൻ്റെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ ഈസ് ദി അറ്റോമിക് മാസ് ഓഫ് ഹീലിയം ഈസ് 4. അപ്പോൾ നമുക്ക് പറയാം 4 AMU ആയിരിക്കും അല്ലെങ്കിൽ 4 U ആയിരിക്കും. ഇപ്പോൾ കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ മാസിൻ്റെ പിന്നെ 1/12 പാർട്ടിൻ്റെ 4 ടൈംസ് ആണ് ഹീലിയത്തിൻ്റെ അറ്റോമിക് മാസ്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഹൗ മെനി ടൈംസ് ഹെവിയർ ദാൻ എ കാർബൺ 12 ദ മാസ് ഓഫ് എ 1/12 പാർട്ട് ഓഫ് എ കാർബൺ 12 ഐസോട്ടോപ്പ് ഓർ ആറ്റം. അതായത് കാർബൺ 12 ഐസോട്ടോപ്പ് എന്ന് പറയുന്ന ആ ഐസോട്ടോപ്പിൻ്റെ മാസിൻ്റെ 1/12 പാർട്ടിൻ്റെ എത്ര മടങ്ങാണ് മറ്റേ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് എന്ന് നമ്മൾ റിലേറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ടാണ് നമ്മളിതിനെ എന്ത് പറയുന്നത്, റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, ചില അവസരങ്ങളിൽ നമുക്ക് ചില എലമെൻസിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആവറേജ് അറ്റോമിക് മാസ് നമുക്ക് പറയേണ്ടി വരും. കാരണം അതിൻ്റെ പലതരത്തിലുള്ള ഐസോട്ടോപ്പുകൾ ഉണ്ടാവും. നമ്മൾ ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഐസോട്ടോപ്പുകൾ പലതുണ്ടാവും. അപ്പോൾ ആ ഐസോട്ടോപ്പിൻ്റെ പ്രൊപ്പോർഷൻ നോക്കി, കോമ്പോസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ആവറേജ് അറ്റോമിക് മാസ് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ആവറേജ് അറ്റോമിക് മാസ് കാണുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആവറേജ് അറ്റോമിക് മാസ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ക്ലോറിൻ്റെ കേസാണ്. ക്ലോറിൻ 2 ഐസോട്ടോപ്പുകളാണ് പ്രധാനമായിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ക്ലോറിൻ 1735 and the other one is chlorine 1737. അങ്ങനെ 2 ഐസോട്ടോപ്പുകളുണ്ട്. ഇത് ഒരു 3:1 എന്നുള്ള പ്രൊപ്പോർഷനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ആവറേജ് അറ്റോമിക് മാസ് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആവറേജ് അറ്റോമിക് മാസ് ഈസ് ഈക്വൽ ടു 35 × 3 പ്ലസ് 37 × 1. അപ്പോൾ 3:1 എന്നുള്ള റേഷ്യോയിലാണ് 35 മാസ് നമ്പർ ഉള്ളതും 37 മാസ് നമ്പറുള്ള ഐസോട്ടോപ്പുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ 3 + 1. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ക്ലോറിൻ്റെ ആവറേജ് അറ്റോമിക് മാസ് കണക്കാക്കിയാൽ നമുക്ക് കിട്ടുക 35.5 യൂണിറ്റ്സ് ആണ്. അതായത് ക്ലോറിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 35.5 യൂണിറ്റ്സ് ആണ്. ഇത് നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ആവറേജ് എന്തായിട്ടാണ്? ആവറേജ് അറ്റോമിക് മാസ് ആയിട്ടാണ് നമ്മൾ സാധാരണ ഇത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ.
ഇനി നമുക്ക് മോൾ കൺസെപ്റ്റിലേക്ക് എത്താനുള്ള ചവിട്ടുപടികളായിട്ടാണ്, സ്റ്റെപ്സ് ആയിട്ടാണ് ഞാൻ ഈ പോയിന്റുകൾ ഇങ്ങനെ പറയുന്നത്. അടുത്തൊരു പോയിന്റ് ഉള്ളത് മോളിക്കുലാർ മാസ് ആണ്. മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് നമ്മൾ നേരത്തെ റിലേറ്റീവ് അറ്റോമിക് മാസ് പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മൾ മോളിക്കുലാർ മാസും പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെയും സ്റ്റാൻഡേർഡായിട്ട് എടുത്തിരിക്കുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ് തന്നെയാണ്. അതായത് ഒരു AMU എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം അല്ലേ? കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ മാസിൻ്റെ 1/12 പാർട്ട്. അതിൻ്റെ എത്ര ടൈംസാണ് ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്ന രീതിയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് 18 AMU ആണ് എന്ന് പറയുന്നു. അതായത് വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ മാസിൻ്റെ 1/12 പാർട്ടിൻ്റെ, അതായത് 1 AMUൻ്റെ 18 ടൈംസ് ആണ് വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയും. ഇത് നമ്മൾ നേരത്തെ അറ്റോമിക് മാസ് പറഞ്ഞ അതേ രീതിയിൽ തന്നെ നമ്മൾ പറയുന്ന രീതിയാണ് ഏത് മോളിക്കുലാർ മാസും പറയുന്നത്. അനദർ എക്സാമ്പിൾ ഈസ് ദ മോളിക്കുലാർ മാസ് ഓഫ് CO2 ഈസ് 44 AMU or 44 യൂണിറ്റ്സ് ഇങ്ങനെ പറയാം. യൂണിഫൈഡ് മാസ് എന്നാണ് സാധാരണ പറയുക. ഓക്കെ, 44 യൂണിറ്റ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്ന 2 പോയിന്റുകൾ, പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് ഗ്രാം അറ്റോമിക് മാസ്. ഗ്രാം അറ്റോമിക് മാസ് ഓർ ഗ്രാം ആറ്റം. ഗ്രാം അറ്റോമിക് മാസ് ഓർ ഗ്രാം ആറ്റം. വളരെ സിമ്പിളാണ്. ദി അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് ഈസ് ജനറലി നോൺ ആസ് ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ദാറ്റ് എലമെന്റ്. വളരെ സിമ്പിളാണ്. നമ്മൾ ഇത്രയും നേരം അറ്റോമിക് മാസ് കണക്കാക്കിയിരുന്നത് AMU എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ഇപ്പോൾ സപ്പോസ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയായിരുന്നു? 16 AMU ആയിരുന്നു, അല്ലെങ്കിൽ 16U ആയിരുന്നു അല്ലേ? ഈ AMU നമ്മൾ എടുത്തു മാറ്റി അതിന് പകരം നമ്മൾ അതിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? ആ എലമെൻറ്റിൻ്റെ ഗ്രാം അറ്റോമിക് മാസ്. ഫോർ എക്സാമ്പിൾ, ദി അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 16 AMU. Therefore 1 gram atomic mass or 1 gram atom of oxygen is equal to 16 gram. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അനദർ എക്സാമ്പിൾ ഈസ് ദി അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ഈസ് 14 AMU. Therefore 1 gram atom of nitrogen is equal to 1 gram atom of nitrogen is equal to 14 gram. നമ്മൾ എന്ത് ചെയ്താൽ മതി? AMU എന്നുള്ള റീപ്ലേസ് ചെയ്തിട്ട് അത് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ അതിന് പറയുന്ന പേരാണെന്ത്? ആ എലമെൻറ്റിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് ഓർ ഗ്രാം ആറ്റം. ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ കൂടി വേണേൽ പറയാം. ദി അറ്റോമിക് മാസ് ഓഫ് sodium is 23 AMU. So 1 gram atom of sodium is equal to 23 gram. നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ നമ്മൾ അതിന് പറയുന്ന പേരാണെന്ത്? ഗ്രാം അറ്റോമിക് മാസ് ഓർ ഗ്രാം ആറ്റം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ പറയുന്നു, വാട്ട് ഈസ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയുന്നു? The atomic mass of an element expressed in grams are known as the atomic mass of an element expressed in gram is known as its gram atomic mass or gram atom. Okay, ഇതേപോലെ നമ്മൾ പറയുന്ന അടുത്തൊരു പോയിന്റ് ആണ് ഗ്രാം മോളിക്കുലാർ മാസ്. ഗ്രാം മോളിക്കുലാർ മാസ്. അതിന് നമ്മൾ ഗ്രാം മോൾ എന്നും പറയും. ഗ്രാം മോൾ ഓർ ഗ്രാം മോളിക്യൂൾ എന്നും പറയും. ഓക്കെ, ഗ്രാം മോൾ എന്നും പറയും. ഓക്കെ, ഗ്രാം ആറ്റം എന്ന് പറഞ്ഞ പോലെ ഗ്രാം മോളിക്കുലാർ മാസിനെ നമ്മൾ ഗ്രാം മോളിക്യൂൾ എന്നും ഗ്രാം മോൾ എന്നും പറയും. നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ആലോചിച്ചാൽ മതി, വളരെ ഈസിയാണ്. ദി അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് ഈസ് നോൺ ആസ് ഇറ്റ്സ് ഗ്രാം അറ്റോമിക് മാസ്. സിമിലർലി ദ മോളിക്കുലാർ മാസ് ഓഫ് എ കോമ്പൗണ്ട് ഓർ സബ്സ്റ്റൻസ് expressed in grams
is called its gram molecular mass. Okay, for example, the molecular mass of oxygen, O2 എന്നാണ് നമ്മൾ ഓക്സിജൻ മോളിക്യൂളിനെ പറയുക. The molecular mass of oxygen is 16 into 2, that's equal to 32 atomic mass unit ആണ്, 32 AMU ആണ്. അപ്പോൾ നമ്മൾ ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32 AMU ആണ്. Therefore 1 gram mole or gram molecular mass of oxygen is equal to 32 gram. നമ്മൾ എന്ത് ചെയ്താൽ മതി? AMU മാറ്റി അതിന് പകരം ഗ്രാം എന്ന് ചേർത്താൽ മതി. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ആണ് വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് H2O എന്ന് പറയുമ്പോൾ എത്രയാണ്? ഹൈഡ്രജൻ്റെ 1 ആണ് അറ്റോമിക് മാസ്, ഓക്സിജൻ്റെ 16 ആണ്. അപ്പോൾ 2 into 1 plus 16 ദാറ്റ്സ് ഈക്വൽ ടു 18 AMU ആണ് വാട്ടറിൻ്റെ മോളിക്കുലർ മാസ്. ദ മോളിക്കുലർ മാസ് ഓഫ് H2O ഈസ് ഈക്വൽ ടു 18 AMU. Therefore 1 gram molecular mass or 1 gram mole of H2O is equal to 18 gram. ഇതാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസിനെ ഗ്രാമിലാക്കിയാൽ നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ ഗ്രാം ആറ്റം എന്ന് പറയുന്നത് പോലെ ഒരു കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ മോളിക്കുലർ മാസിനെ ഗ്രാമിലാക്കിയാൽ നമ്മൾ പൊതുവേ പറയുന്ന പേരാണ് ഗ്രാം മോളിക്കുലാർ മാസ് ഓർ ഗ്രാം മോൾ. ഓക്കെ, ഈ 2 പോയിന്റും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട 2 പോയിന്റുകളാണ്. നമ്മൾ ഈ പോയിന്റ് വെച്ചിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് ഡിസ്കഷൻ പോകുന്നത്. ഒന്ന് ഗ്രാം അറ്റോമിക് മാസ് ഓർ ഗ്രാം ആറ്റം, രണ്ടാമത്തെ ഗ്രാം മോളിക്കുലർ മാസ് ഓർ ഗ്രാം മോൾ. ഗ്രാം അറ്റോമിക് മാസ് ഈസ് ദി അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്. സിമിലർലി ദി മോളിക്കുലർ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് known as its gram molecular mass or gram mole. ഓക്കെ, ഇനി നമ്മൾ ഈ ഗ്രാം അറ്റോമിക് മാസിനെയും ഗ്രാം മോളിക്കുലർ മാസിനെയും നമ്മൾ എങ്ങനെയാണ് മോൾ കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിവിടെ ഒരു റിയാക്ഷൻ്റെ ഇക്വേഷൻ എഴുതുന്നു. ഇതാണ് ഇക്വേഷൻ. H2 plus Cl2 gives 2HCl. H2 plus Cl2 gives 2HCl. ഇതിൻ്റെ അർത്ഥം 2 hydrogen atoms combines with 2 chlorine atoms to form 2 hydrogen chloride molecules. അങ്ങനെയാണെങ്കിൽ 1 hydrogen atom will combine with 1 chlorine atom to form 1 hydrogen chloride molecule. ഒരു ഡൗട്ടും ഇല്ല അല്ലേ? വളരെ സിമ്പിളാണ്. അതായത് 2 ഹൈഡ്രജൻ ആറ്റം 2 ക്ലോറിൻ ആറ്റവുമായി കൂടിച്ചേർന്ന് 2 ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ ഉണ്ടാകുമെങ്കിൽ 1 ഹൈഡ്രജൻ ആറ്റം 1 ക്ലോറിൻ ആറ്റവുമായി കമ്പയർ ചെയ്താൽ 1 ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ ഫോം ചെയ്യും. അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറയുന്നു 1 ഗ്രാം ഓഫ് ഹൈഡ്രജൻ. ഈ 1 ഗ്രാം എന്ന് പറയുന്നത് 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ആണ്, ഓർ 1 ഗ്രാം ആറ്റം ഓഫ് ഹൈഡ്രജൻ ആണ്. അതായത് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്, 1.008 ആണ്. നമ്മൾ അത് ചുരുക്കി എന്തെടുത്തു? 1 എന്നെടുത്തു. 1 ഗ്രാം ആണ്. അപ്പോൾ അതിൻ്റെ 1 ഗ്രാം അറ്റോമിക് മാസ് ആണ് 1 ഗ്രാം എടുത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ നേരത്തെ പറഞ്ഞു 35.5 AMU ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രാമിലേക്ക് ആക്കിയാൽ എത്ര കിട്ടും? 35.5 ഗ്രാം ക്ലോറിൻ. 1 gram of hydrogen reacts with 35.5 gram of chlorine to form 36.5 gram of hydrogen chloride. 36.5 gram of hydrogen chloride. അപ്പോൾ ഇതുവരെയുള്ള സ്റ്റെപ്പുകളിൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറയുന്നു the number of atoms in 1 gram of hydrogen and the number of atoms in 35.5 gram of chlorine are equal എന്ന് പറയുന്നു. അതായത് 1 ഗ്രാം ഹൈഡ്രജനിലുള്ള നമ്പർ ഓഫ് ആറ്റംസും 35.5 ഗ്രാം ക്ലോറിനിലുള്ള ആറ്റത്തിൻ്റെ എണ്ണവും ഈക്വൽ ആണെന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾക്കെങ്കിലും അവരൊരു കൺഫ്യൂഷൻ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇവിടെയല്ലേ എന്ത് വരേണ്ടത്? നമ്പർ ഓഫ് ആറ്റംസ് കൂടുതൽ വരേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് വരും. ഓക്കെ, അപ്പം നിങ്ങൾ അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുക. അതായത് 35.5 ഗ്രാം ക്ലോറിനിലാണ് കൂടുതൽ ആറ്റം ഉള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്താൽ മാത്രമേ ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യൂ. ഇതിലേതെങ്കിലും ഒന്നങ്ങ് തീർന്നു പോവുകയാണെങ്കിൽ, യൂസ്ഡ് അപ്പ് ചെയ്തു പോവുകയാണെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവില്ലേ?
അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയാണെങ്കിൽ ക്ലോറിൻ്റെ സൈഡിൽ ക്ലോറിൻ ആറ്റംസ് കൂടുതലാണ്, ഹൈഡ്രജൻ്റെ സൈഡിൽ ഹൈഡ്രജൻ ആറ്റംസ് കുറവാണ് എന്നാണ് നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറേ സമയം ഈ റിയാക്ഷൻ ഇങ്ങനെ പ്രോഗ്രഷൻ ഇങ്ങനെ നടന്നുകൊണ്ട് റിയാക്ഷൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഹൈഡ്രജൻ ആറ്റംസ് അങ്ങ് തീർന്നു പോകും. ഹൈഡ്രജൻ ആറ്റങ്ങൾ അങ്ങ് തീർന്നു പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആഫ്റ്റർ ദി റിയാക്ഷൻ ദർ റിമൈൻസ് സം ക്ലോറിൻ ആറ്റംസ്. അവിടെ കുറച്ച് ക്ലോറിൻ ആറ്റങ്ങൾ ബാക്കി ഉണ്ടാവും എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ഹൈഡ്രജൻ തീർന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലോറിൻ ആറ്റം അവിടെ ബാക്കി ഉണ്ടാവും എന്നാണ് അർത്ഥം. അതായത് ആഫ്റ്റർ ദ റിയാക്ഷൻ കഴിഞ്ഞാൽ കുറച്ച് ക്ലോറിൻ ആറ്റങ്ങൾ അവിടെ ബാക്കി ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ 35.5 ഗ്രാം ക്ലോറിനിലാണ് കൂടുതൽ ആറ്റങ്ങളെങ്കിൽ, പക്ഷേ നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ആഫ്റ്റർ ദ റിയാക്ഷൻ നത്തിങ് റിമെയിൻസ്. അതായത് ഹൈഡ്രജനും ഉണ്ടാവില്ല ക്ലോറിനും ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം 1 ഗ്രാം ഹൈഡ്രജനുള്ള ആറ്റത്തിൻ്റെ എണ്ണത്തിന് എത്ര എണ്ണം ആറ്റമാണോ ഉള്ളത് അതിന് ഈക്വൽ ആയിട്ടുള്ള എണ്ണം ക്ലോറിൻ ആറ്റങ്ങൾ 35.5 ഗ്രാം ക്ലോറിൻ്റെ അകത്ത് ഉണ്ട് എന്നാണ്. അപ്പോൾ 1 ഗ്രാം ഹൈഡ്രജൻ ആറ്റം കംപ്ലീറ്റ്ലി റിയാക്ട്സ് വിത്ത് 35.5 ഗ്രാം ഓഫ് ക്ലോറിൻ ടു ഫോം 36.5 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, 1 ഗ്രാം ഹൈഡ്രജനുള്ള ആറ്റത്തിൻ്റെ എണ്ണവും 35.5 ഗ്രാം ക്ലോറിൻ്റെ അകത്തുള്ള ആറ്റത്തിൻ്റെ എണ്ണവും ഈക്വലാണ്. അപ്പോൾ 1 ഗ്രാം ഹൈഡ്രജനുള്ള ആറ്റത്തിൻ്റെ എണ്ണം അവോഗാഡ്രോ പറഞ്ഞു ഇറ്റ് ഈസ് 6.022 ഇൻറ്റു 10⁻23 ആണ്. 1 ഗ്രാം ഹൈഡ്രജനിലുള്ള ആറ്റത്തിൻ്റെ എണ്ണം 6.022 ഇൻറ്റു 10⁻23 ആണ് എന്ന് അവോഗാഡ്രോ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 35.5 ഗ്രാം ക്ലോറിൻ്റെ അകത്തുള്ള ആറ്റത്തിൻ്റെ എണ്ണവും 6.022 ഇൻറ്റു 10⁻23 ആണെന്നാണ്. കാരണം രണ്ടും ഈക്വൽ ആണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 1 ഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് 35.5 ഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ. ഇത് ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും മാത്രം കേസല്ല. നമ്മൾ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിൻ്റെ 1 ഗ്രാം അറ്റോമിക് മാസ് എടുത്താൽ 1 ഗ്രാം അറ്റോമിക് മാസ് എടുത്താൽ നമ്മൾ എടുത്താൽ അതിൽ എത്ര ആറ്റംസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ആർ ദർ. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ 1 ഗ്രാം അറ്റോമിക് മാസ് എടുത്താൽ അതിൽ 6.022 ഇൻറ്റു 10⁻23 ആറ്റങ്ങൾ ഉണ്ടാകും. നമുക്കൊന്ന് ഇവിടുന്നാണ് മനസ്സിലായത്. ഇനി the amount of substance that contains 6.022 ഇൻറ്റു 10⁻23. ഈ നമ്പറിന് എന്തായിരുന്നു പേര് പറഞ്ഞത്? നമ്മൾ നേരത്തെ ഒരു പേര് പറഞ്ഞിരുന്നു അല്ലേ, അവോഗാഡ്രോ നമ്പർ. അതിൻ്റെ നൊട്ടേഷൻ എന്തായിരുന്നു? Na. ഇതാണ് അതിൻ്റെ നൊട്ടേഷൻ. അപ്പോൾ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ദാറ്റ് ഈസ് 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് അടങ്ങിയിരിക്കുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പൊതുവെ 1 മോൾ എന്ന് പറയുന്നത്. 1 മോൾ, ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ഈസ് കോൾഡ് 1 മോൾ. ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ആറ്റായിരിക്കും, ചിലപ്പോൾ മോളിക്യൂളായിരിക്കും, ചിലപ്പോൾ അയോൺ ആയിരിക്കും, ചിലപ്പോൾ ഇലക്ട്രോൺ ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ. എണ്ണം ഇത്രയുമാണെങ്കിൽ അത്രയും എമൗണ്ട് ഓഫ് തിങ്ങിനെ നമ്മൾ എന്ത് പറയും? 1 മോൾ എന്ന് പറയും. അത്രയും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് പറയും? 1 മോൾ ഓഫ് ദി സബ്സ്റ്റൻസ് എന്ന് പറയും. അപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് മോൾ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെ നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പം അതിൻ്റെ ഹെഡിങ് നമുക്ക് ഇങ്ങനെ പറയാം, ദി number of mole atoms എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നു. നമ്പർ ഓഫ് മോൾ ആറ്റംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ മോൾ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ അതിൻ്റെ ഒരു പോയിന്റ് ഇതാണ്, 1 gram atomic mass or 1 gram atom of any element contains 6.022 into 10⁻23 atoms or 1 mole of atoms. Okay, for example, ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ
ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. അതാണ് എന്ത്? 1 gram atom ഈസ് ഈക്വൽ ടു 6.022 into 10⁻23 atoms or 1 mole of atoms. ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, 1 gram ആറ്റം അല്ലെങ്കിൽ 1 gram അറ്റോമിക് മാസ്, ഈ 1 gram അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ആ എലമെന്റിന്റെ അറ്റോമിക് മാസിനെ ഗ്രാമിലാക്കിയതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ദി ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്, 16 AMU ആണ്. സോ 1 gram ആറ്റം ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 16 gram. AMU ഒഴിവാക്കി നമ്മൾ 16 കൊടുക്കും. 16 gram ഓഫ് ഓക്സിജൻ കണ്ടെയ്ൻസ് 6.022 into 10⁻23 oxygen atoms or Avogadro number of oxygen atoms. In other words, 1 mole of oxygen atoms. Okay. For example, നമ്മൾ നോക്കുക, ഹീലിയത്തിൻ്റെ അറ്റോമിക് മാസ് 4 AMU ആണ്. ഓക്കെ, therefore 1 gram atom of helium or 1 gram atomic mass of helium is equal to 4 gram. That is 4 gram of helium contains 6.022 into 10⁻23 helium atoms or 1 mole of helium atoms. Next, ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് പറയാം. നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14 AMU ആണ്. Therefore 1 gram atomic mass of or 1 gram atom of nitrogen is equal to 14 gram. 14 gram of nitrogen contains 6.022 into 10⁻23 nitrogen atoms or 1 mole of nitrogen atoms. Okay.